BBS ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കട്ടപ്പന ദിവസമാണ് 2026 ഏപ്രിൽ 6 ആയുഷാണി മാർഗമപ്പള്ളിയിൽ ഈ വർഷത്തെ BBS ആരംഭിച്ചു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഏവരെയും ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ ചിന്താവിഷയം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക, സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ് എന്നതായിരുന്നു. ഈ വർഷത്തെ BBS ലീഡേഴ്സ് കേക്കും പാഷൻ ഫ്രൂട്ടും ജ്യൂസും. ഈ വർഷത്തെ BBSൽ 52 കുട്ടികൾ പങ്കെടുത്തു. BBS അധ്യാപകരുടെയും കുട്ടികളുടെയും സംഘത്തിൽ ഈ വർഷത്തെ BBSന് തിരിതെളിയിച്ചു. ഈ വർഷത്തെ BBS ഏറ്റവും അനുഗ്രഹമായത് ബിനോയ് അച്ഛന്റെ സാന്നിധ്യമായിരുന്നു. BBSൽ വരില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ അച്ഛൻ എല്ലാ ദിവസവും BBSൽ എത്തിച്ചേർന്നു. ഈ വർഷത്തെ BBSൽ ഒരു ലീഡറിന് പകരം 2 ലീഡേഴ്സിനെ കിട്ടിയതിനാൽ കുട്ടികൾ തുള്ളിച്ചാടി അവരുടെ സന്തോഷം പങ്കുവച്ചു. BBS ലീഡേഴ്സ് ചേച്ചിയും വെയിൽ കൊള്ളാൻ നീ അങ്കിളുടെ മുമ്പിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും ഡാൻസ് കളിക്കണമെന്നും പറഞ്ഞ് എവറി ടീച്ചർ വാശി പിടിച്ച് കരഞ്ഞതായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുട്ടികൾ ഈ വർഷത്തെ BBSൽ ഞാനില്ല എന്ന് പറഞ്ഞ സാനി ടീച്ചർ BBSന്റെ ആദ്യ ദിനം തന്നെ എത്തുകയും എനിക്ക് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് മധ്യവകുപ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബീന ടീച്ചറിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ക്ലാസ് കൈയടക്കുകയും ചെയ്തു. തങ്കു ടീച്ചർ ഏറ്റെടുക്കുകയും കൃത്യമായി കസേരകൾ തനിക്ക് ലഭിച്ച കുട്ടികൾക്ക് ക്ലാസ് മത്സരമെടുക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ നിന്ന് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം എന്ന ചിന്താ വിഷയവുമായി BBSൽ വന്ന അനു ടീച്ചർ കുമാരവകുപ്പ് ക്ലാസ് ഏറ്റെടുത്തു. ക്ലാസിന്റെ ഇടവേളകളിൽ തന്റെ വീട്ടിൽ നടക്കുന്ന പെയിന്റടി എങ്ങനെയായോ എന്നറിയാതെ വ്യാകുലപ്പെട്ട ടീച്ചർ Q7 തിന്നേഴ്സ് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അജി യോഹന്നാൻ ആശ്വസിപ്പിക്കാൻ പാടുപെട്ടു. കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ലെന്നറിഞ്ഞ രാജി ടീച്ചർ ഞാൻ ഏറ്റെടുക്കുകയും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ റീൽസ് എടുക്കാനും യൂട്യൂബ് വീഡിയോസ് എങ്ങനെ പഠിപ്പിക്കുകയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടീച്ചറിന്റെ ക്ലാസ്സിലെ കുട്ടികൾ ആദ്യ ദിനം തന്നെ ടീച്ചർ വന്നിരുന്നു. വിശ്വാസികളുടെ പിതാവ് ടീച്ചറിനെ ഞെട്ടിപ്പിച്ചു. BBSൽ ശിശുവകുപ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബിൻസി ടീച്ചർ BBSൽ നിന്നും മുങ്ങി തന്റെ അച്ചായനെയും കൂട്ടി മലയാറ്റൂർ മല കയറിയതായി ഞങ്ങളുടെ ന്യൂസ് ഒന്നും ചെയ്തു. മലയാളത്തിൽ വന്ന ബിൻസി ടീച്ചറിനെ കണ്ട അച്ഛൻ അവളുടെ കഴുകി കളഞ്ഞ ബിൻസി എന്ന് സ്നേഹപൂർവ്വം തിരക്കി. തന്റെ BBS ടീച്ചർ എക്സ്പീരിയൻസ് ആഘോഷമാക്കാൻ വന്ന റിൻസി ടീച്ചറും തനിക്ക് ലഭിച്ച നഴ്സറി കുട്ടികളെ ആകർഷിക്കാൻ ശ്രമിച്ചു. അനു ടീച്ചറും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ നിന്ന് മുങ്ങിയതായി നഴ്സറി കുട്ടികൾ സങ്കടപ്പെട്ടു. പലവേദന സാഹചര്യങ്ങളാൽ BBSൽ നിന്ന് വിട്ടുനിന്ന ചില സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ചില വിദ്യാർത്ഥിനികളും തങ്ങളില്ലാതെ BBS എങ്ങനെ നടക്കുന്നു എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായി വന്നുപോയതായി ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തു. താൻ എഴുതിയ തനിക്ക് തന്നെ പഠിപ്പിക്കണമെന്ന ആഗ്രഹവുമായി സാജൻ സാർ BBS കുട്ടികൾക്ക് ആവേശം പകർന്നു. സാജൻ സാർ അച്ഛനും ലീഡേഴ്സിന് മാത്രമേ ഗിഫ്റ്റ് കൊടുത്തുള്ളൂ, ഞങ്ങൾക്ക് മിഠായി പറഞ്ഞ കുഞ്ഞുങ്ങൾ വേവലാതിപ്പെട്ടു. എന്നിരുന്നാലും നിങ്ങൾ നല്ലതായി ഡാൻസ് കളിച്ചാൽ നിങ്ങളുടെ വീഡിയോസ് ജീവൻ TVയിൽ സംപ്രേഷണം ചെയ്യാമെന്നുള്ള വാഗ്ദത്തിന് മുന്നിൽ കുട്ടികൾ അവരുടെ അവലാതി മാറ്റിവെച്ചു. BBS അവയർനെസ് ഡേയിൽ ക്ലാസ് എടുക്കാൻ വന്ന റോയ് സാർ മൊബൈൽ ഫോണും TVയും ഇല്ലാതിരുന്ന തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറഞ്ഞ് വാചാലനെ കുട്ടികളിലേക്ക് ചെന്ന് കുട്ടികളെ ബോറടിപ്പിച്ചു. BBSൽ തന്റെ കുട്ടികളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്ന കുഞ്ഞേഷ് അച്ഛന്റെ അസാന്നിധ്യം BBSൽ ചർച്ചാ വിഷയമായി. BBS ബാംഗ്ലൂരിൽ നിന്ന് വന്ന തനിക്ക് ആക്ഷൻ സോങ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞുങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുകയും ആക്ഷൻ സോങ് കളിക്കുകയും ചെയ്തതായി ഞങ്ങളുടെ ന്യൂസ് സംഘം റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും ഡാൻസ് കളിക്കാൻ ഞാനില്ലെന്ന അച്ഛന്റെ വാക്ക് കേട്ട് സങ്കടപ്പെട്ട
പഠിപ്പിക്കാൻ ജിബി കൊച്ചമ്മ ആക്ഷൻ സോങ് കളിക്കാൻ മുന്നോട്ട് വന്നത് കുട്ടികൾക്ക് ആശ്വാസമായി. ഈ വർഷത്തെ VBS ഞാൻ അല്ല എന്ന് പറഞ്ഞ കമ്പി ടീച്ചർ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ച് സഹായിക്കാൻ എത്തിച്ചേർന്നു. തന്റെ വെക്കേഷൻ ആഘോഷമാക്കാൻ വന്ന ഏച്ചിൽ ജിബി കൊച്ചമ്മ സിനേജിൽ ഇരിക്കാൻ സമ്മതിക്കാറ് VBS വേണ്ടുന്ന സഹായത്തിനായി പറഞ്ഞെടുത്തു. മിഠായി വേണോ കുഞ്ഞുങ്ങളെ എന്ന ചോദ്യമായി ഏച്ചിൽ ചേച്ചി കുട്ടികളെ വഹിച്ചു. മിഠായി പറക്കാനുള്ള തിരക്കിലും തിരിക്കുകയും പരിക്കേറ്റ കുട്ടികൾക്ക് കപ്പിന്റെയും വെള്ളത്തിന്റെയും VBS അനുനയിപ്പിച്ചു. VBSനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫണ്ടില്ലെന്ന അച്ഛന്റെ സങ്കടത്തിന് മുമ്പിൽ VBSനെ സഹായിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വന്നു. ചെറുതും വലുതുമായ സഹായങ്ങളിലൂടെ VBSനെ സഹായിച്ച എല്ലാവരോടും VBS കുഞ്ഞുങ്ങൾ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതായി ഞങ്ങളുടെ അധികം റിപ്പോർട്ട് ചെയ്തു. ഈ വർഷത്തെ VBS തനിക്ക് പഠിപ്പിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞു. പല ദിവസങ്ങളിൽ VBSൽ നിന്ന് മുങ്ങിയതായി പറയുന്നു. VBS മത്സരത്തിൽ സാർ ബിജു സാർ ഞങ്ങളുടെ കളിക്കാൻ വന്നില്ലായിരുന്നു VBS കുട്ടികൾ പറയുന്നത്. മത്തക്കച്ചൻ കലക്കി തന്ന കലക്കവെള്ളത്തിന്റെയും മോദകം ഏത്തക്കാപ്പം ഉഴുന്ന കട്ലറ്റിന്റെയും ശക്തിയിൽ VBSലെ കുട്ടികൾ വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയവർ വരെ ഉണ്ട്. MBBS, BA, MS, BTech, MTech, BDS, MDS, MA, CAT പഠിച്ചവർ, പഠിക്കുന്നവർ, വിദേശത്ത് ഉപരിപഠനം നടത്തുന്നവർ വരെ ഉള്ളതായി ജവാഹർ റിപ്പോർട്ട് ചെയ്തു. VBS ഉദ്ഘാടനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹെഡ് മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ മുങ്ങിയതായി ടീന ടീച്ചർ ഞങ്ങളുടെ പ്രതിനിധിയോട് ചെയ്തു. VBSന്റെ ഓരോ ദിവസത്തെയും കളർകോട്ടുകൾ കുട്ടികൾ ആവേശത്തോടെ ഏറ്റെടുക്കുകയും എനിക്കുള്ള കളർ മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് ലീഡർ വാശി പിടിച്ചു. പള്ളിയിൽ കടം തീർക്കാനായി എത്തിയിരുന്ന VBS ഇടവേളകളിൽ കുട്ടികളും ടീച്ചർമാരും കടച്ചു കഴിച്ചു. കുട്ടികളുടെ ഈ തന്ത്രപാട് കണ്ടപ്പോൾ അവരെ സഹായിക്കാനെത്തിയ ജോൺസൺ സാറിന്റെ ചുണ്ടിൽ മാമയുടെ കട വീണ് പരിക്ക് പറ്റി. VBSന് ഇടയിൽ പൂമ്പാറ്റയെ പോലെ പറന്നു നടന്ന ചുക്കാൻ ലീഡറിന്റെ മനസ്സ് കവർന്നു. VBS എന്ത് കഴിക്കണം, ഏത് കഴിക്കണം, എവിടെ കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അച്ഛനും കൊച്ചമ്മയും നിന്നതായി നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തു. VBSന് ഇൻസ്പെക്ഷൻ നടത്താൻ വന്ന അമ്മിണിക്കുട്ടി ടീച്ചർ ആൻഡ് ജിബി ടീച്ചർ ഇവർ രണ്ടാളും എല്ലാ ക്ലാസുകളിലും കയറി കുട്ടികളെ ചോദ്യങ്ങൾ ചോദിച്ച് വിരട്ടിയതായി റിപ്പോർട്ട് ചെയ്തു. ഈ വർഷത്തെ നമ്മുടെ VBS ഗാനങ്ങളിൽ ഏറ്റവും വെറൈറ്റി ആയി നിന്നത് ആഫ്രിക്കൻ സോങ് സീമാമ ഹിമാലയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ കുട്ടികളെല്ലാവരും ആഫ്രിക്കയിൽ എത്തിയ ഒരു ഫീലായി. അനുപന്റെ ഡാൻസ് കാണാൻ വേണ്ടി കുട്ടികൾ എല്ലാവരും ഏത് പാട്ട് കിട്ടണം എന്ന് ചോദിക്കുമ്പോൾ തിരയടിക്കണ തീരത്ത് എന്ന പാട്ട് പാടുകയായിരുന്നു. കാരണം ആ പാട്ടിൽ ടീച്ചറിന്റെ എക്സ്പ്രഷൻ